ഇവിടെ നടക്കുന്ന ഈ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്നതുകൊണ്ട് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. എന്നാലും നിങ്ങൾ ചെയ്തത് മോശമായി പോയി ജയറാമേട്ട. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പൊ ജയറാമേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. മറ്റ് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് ജയറാമും ശ്രീനിവാസനും. എന്നിട്ട് പോലും ശ്രീനിവാസൻ മരണപ്പെട്ടപ്പോൾ അവസാനമായ ഒരു നോക്ക് കാണാൻ പോലും ജയറാം വന്നിട്ടില്ല എന്നുള്ളത് മലയാളികളെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ജയറാമിനെതിരെ വലിയ സൈബർ അറ്റാക്ക് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള മനോരമയുടെ ഒരു ഓൺലൈൻ ചാനലിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്ത ഞാനൊന്ന് വായിച്ചുതരാം. ജയറാമിനൊക്കെ എന്താണ് ഇത്ര തിരക്ക്? ശ്രീനിവാസനെ കാണാൻ എത്താത്തതിന്റെ വിമർശനം. പ്രിയ നടൻ ശ്രീനിവാസൻ അപ്രതീക്ഷിത വിയോഗം മലയാളത്തെ ഒന്നാക്കിയാണ് സങ്കടത്തിലാഴ്ത്തിയത്. രജനീകാന്ത് മുതൽ ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ശ്രീനിവാസന്റെ വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും പങ്കുവച്ചിരുന്നു. സൂര്യയും പാർത്ഥിബനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ശ്രീനിയെ ഒരു നോക്ക് കാണാനായി കൊച്ചിയിലെത്തുകയും ചെയ്തു. എന്നാൽ നടൻ ജയറാമിന്റെ അസാന്നിധ്യം ഇപ്പോൾ കടുത്ത വിമർശനത്തിന് വഴിവെക്കുകയാണ്. സൈബർ അറ്റാക്കിന്റെ തലത്തിലേക്ക് എത്തുന്ന വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രീനിവാസനൊപ്പം ഹിറ്റ് ജോഡിയായിരുന്നു ജയറാം. എന്തുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ എത്തിയില്ല എന്നതാണ് ഇവരുടെ ചോദ്യം. ഷൂട്ടിംഗിലെ തിരക്ക് കാരണമാണ് എത്താൻ കഴിയാത്തത് എന്നാണ് വിവരം. ഇത്ര തിരക്കുള്ള നടനോ ജയറാം? ശ്രീനിവാസൻ മരിച്ചിട്ട് കേരളത്തിന് പുറത്തുള്ള താരങ്ങൾ പോലും അദ്ദേഹത്തെ കാണാൻ വന്നു. വരാൻ കഴിയാത്തവർ അവരുടെ ദുഃഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. പക്ഷെ മലയാളത്തിന് പ്രിയപ്പെട്ട ജയറാം ശ്രീനിവാസനെ കാണാൻ വന്നില്ല. അതുപോട്ടെ, ചിലപ്പോൾ ചിലർക്ക് ഇതുപോലെ സാഹചര്യങ്ങളിൽ വരുന്നത് താല്പര്യമുണ്ടാകില്ല. പക്ഷെ ഒരു കുറിപ്പ് പോലും ഇല്ലാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ പോകുന്നു കമന്റുകൾ. ജയറാമിനെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. മരണവീട്ടിൽ വന്നില്ല എന്നതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നും ചിലർ ഏറ്റവും പ്രിയപ്പെട്ട മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടായിക്കൂടെ വരാതിരുന്നതെങ്കിലോ എന്നും പലരും ചോദിക്കുന്നു. ഇനി ന്യൂസിന് താഴെ വന്ന് ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഇന്റർവ്യൂകളിൽ ഓവർ വിനയം വാരിപ്പൂശുന്ന ജയറാം സാർ റിയൽ ജീവിതത്തിൽ ഒരു മഹാമൈരനാണ്. ജയറാം പണ്ടേ ഒരു പാണ്ഡിയാണ്. ചോറ് ഇവിടെയും കൂർ അവിടെയും. എന്നിട്ട് ഓണമാകുമ്പോൾ വരും മലയാളി ആയതിൽ അഭിമാനമുണ്ട് എന്നും പറഞ്ഞ് KPC ലളിത ഇവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ആവശ്യം വന്നപ്പോൾ കുറച്ച് പണം കടം ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ തെണ്ടിത്തരം. ദിലീപാണ് അന്ന് ചോദിക്കുക പോലും ചെയ്യാതെ KPC ലളിതയെ പണം നൽകി സഹായിച്ചത്. പാർവതിയെ കെട്ടാൻ ഫീൽഡിലുള്ളവർ സഹായിച്ചു. എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല ചെറ്റ. ഫുൾ ഫാമിലി അടക്കം നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ. മിസ്റ്റർ ജയറാം, താങ്കൾ കാണിച്ചത് ഒട്ടും ശരിയായില്ലേ? എന്ത് തിരക്കും ആയിക്കോട്ടെ, താങ്കൾ വരേണ്ടതായിരുന്നു. തമിഴ്നാടൻ സൂര്യക്കില്ലാത്ത തിരക്കാണ് ജയറാമിന്. പോകാൻ പറ. ശ്രീനിയുടെ ആത്മാവ് ഈ ചെണ്ടക്കാരനോട് പൊറുക്കട്ടെ. സന്ദേശം പൊന്മുട്ടിടുന്ന താറാവ് തലണമന്ത്രം എന്നിങ്ങനെ എത്ര ചിത്രങ്ങളിലാണ് ഈ ചെണ്ടക്കാരനെ സമ്മാനിച്ച് ശ്രീനി എന്ന മഹാപ്രതിഭ. അമിതമായ വിനയവും എളിമവും ഉള്ളവനെ സൂക്ഷിക്കുക. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. എല്ലാവരും ഒരേ സ്വരത്തിൽ ജയറാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജയറാം ശ്രീനിവാസൻ അന്തിമ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നത് എന്നതിന്റെ യഥാർത്ഥ സത്യം ഇപ്പോഴും വ്യക്തമല്ല. ജയറാം ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഷൂട്ടിംഗ് തിരക്ക് കാരണമാണ് വരാതിരുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അതാണോ സത്യം എന്നത് വ്യക്തമല്ല. മറ്റെന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ജയറാമിന് വരാൻ കഴിയാതിരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണമാണ് വരാതിരുന്നതെങ്കിൽ അത് ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത്രയും വലിയൊരു കലാകാരൻ നമ്മോട് വിട പറഞ്ഞിട്ട് മലയാള സിനിമ മുഴുവനും അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് പോലും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തടത്തോളം കാലം ഈ കാരണവും പറഞ്ഞ് ജയറാമിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ടാണ് വരാതിരുന്നത് എന്ന് ആളുകൾ പറയുന്നല്ലാതെ അതിന് തെളിവൊന്നുമില്ലല്ലോ. പിന്നെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ശ്രീനിവാസന്റെ മരണത്തെക്കുറിച്ച് ജയറാം സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ജയറാമിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെറുതെ ഒന്ന് എടുത്തു നോക്കി. അദ്ദേഹം ഫേസ്ബുക്കിൽ തീരെ ആക്റ്റീവ് അല്ല എന്നാണ് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവസാനമായ ഒരു പോസ്റ്റ് ഇട്ടത് ഒരു വർഷം മുമ്പാണ്. ഗായകൻ P ജയചന്ദ്രൻ അന്തരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ഞാനത് സൈഡിൽ കൊടുക്കാം. ഇതേപോലെ ശ്രീനിവാസന്റെ മരണത്തിലും ഒരു പോസ്റ്റ് ഒക്കെ ഇടാമായിരുന്നല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാണെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ മരിച്ചിട്ട് ആരെങ്കിലും കാണാൻ വരാതിരിക്കുന്നതോ അനുശോചനം രേഖപ്പെടുത്താതിരിക്കുന്നതോ ഒന്നും ഒരു വിഷയമേ ആയിരിക്കില്ല എന്നുള്ളതാണ്. ശ്രീനിവാസന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സാധാരണ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഒട്ടും ബോധേഡാവാറില്ല. അദ്ദേഹം ഇപ്പൊ സ്വർഗത്തിലിരുന്ന് തന്റെ മരണത്തെയും അതിനുശേഷം നടന്ന കാര്യങ്ങളെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് ഒരു കഥ തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാത്തവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ശ്രീനിവാസൻ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ട പുച്ഛിച്ച് തള്ളും. അതാണ് നമ്മളും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ജയറാമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ് നടന്മാരായിട്ടുള്ള സൂര്യനും പാർത്ഥിബനും പോലും ശ്രീനിവാസന് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. സൂര്യക്ക് എത്രത്തോളം തിരക്കുള്ള നടനാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അങ്ങനെയുള്ള തമിഴ് നടന്മാർ പോലും അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ജയറാം എത്രയൊക്കെ തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും വരാതിരുന്നത് മോശമായി പോയി എന്നാണ് ആളുകൾ പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പാർത്ഥിബനൊക്കെ ശ്രീനിവാസന് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. ആ വാർത്ത ആ സമയത്ത് വലിയ വൈറലായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. മലയാളത്തിന്റെ പ്രിയ താരം ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തമിഴ് നടൻ പാർത്ഥിബൻ രാധാകൃഷ്ണൻ നടത്തിയ യാത്രയെക്കുറിച്ച് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സൈബറിടത്ത് വൈറൽ. ദുബായ് യാത്ര മാറ്റിവെച്ച് മരണത്തെപ്പോലും മുഖാമുഖം കണ്ടുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണം എങ്ങനെയാണ്. കൊച്ചിയിലെത്തിയ തന്റെ യാത്രയുടെ വിശേഷം അറിയുകയാണെങ്കിൽ അത് വാക്കുകൾക്കതീതമായ അനുഭവമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.
അന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനങ്ങൾ ഇല്ലായിരുന്നു. രാത്രി 7:55 വിമാനത്താവളത്തിലേക്ക് സ്വയം കാർ ഓടിക്കുകയായിരുന്നു. രാത്രി 8:40 വിമാനത്താവളത്തിലെത്തി. വഴിയിൽ 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒറ്റയ്ക്കാണ് വാഹനം ഓടിച്ചത്. വിമാനം രാത്രി 8:50 പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്നു. വിമാനത്താവളത്തിലെത്തിയിട്ടും സീറ്റുകൾ കിട്ടിയിരുന്നില്ല. ഒരുവിധം ഗൗരവത്തോടെയും തമാശയായും ഇൻഡിഗോയിലെ സീനിയർ മാനേജരോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴിക്ക് വിമാനത്തിൽ കയറ്റാൻ സാധിക്കുമെങ്കിൽ പൈലറ്റിന്റെ സീറ്റ് പോലും സ്വീകാര്യമാണെന്ന്. രാത്രി 9:25 ഒരു യാത്രക്കാരൻ ഇറങ്ങി ഒഴിയുകയും ആ സീറ്റ് തനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ സൗകര്യം ഒരുക്കാൻ സഹായിച്ച സീനിയർ മാനേജരോട് എക്കാലവും കടപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹം കുറിച്ചു. രാത്രി 11 ഞാൻ കൊച്ചിയിലെത്തി. എവിടെ താമസിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. ഒടുവിൽ ശ്രീനിവാസൻ സാറിന്റെ വീടിനടുത്തുള്ള ഒരു സാധാരണ 3 സ്റ്റാർ ഹോട്ടൽ ഞാൻ കണ്ടെത്തി. വാസ്തവത്തിൽ ഇന്ന് ഞാൻ ദുബായിൽ ആയിരിക്കേണ്ടതായിരുന്നു. എന്റെ വിമാനം റദ്ദാക്കി, എന്റെ ഹോട്ടൽ റദ്ദാക്കി. എന്നിട്ടും ഏറ്റവും വിചിത്രമായ കാര്യം ഇതാണ്. എന്റെ മനസ്സിൽ എവിടെ നിന്നും എന്റെ അനുശോചനം അറിയിക്കാമായിരുന്നു. എന്നിട്ടും എന്തോ ഒന്ന് എന്നെ ഇവിടേക്ക് ആകർഷിച്ചു. ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു, ഞാൻ അവിടുന്ന് ഇവിടേക്ക് ഇത്രയും ദൂരം ഓടി വന്നത് എന്തിനാണ്? എന്റെ ഉള്ളിൽ എന്തോ ഒന്ന് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ സീറ്റുകൾ ലഭ്യമല്ലാതിരുന്നതിനാൽ ജീവനക്കാർ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിൽ ഇരുന്നാണ് പാർത്ഥിപൻ കൊച്ചിയിലെത്തിയത്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കിടയിൽ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് കരുതിയെങ്കിലും അവിടെയുണ്ടായിരുന്ന സംവിധായകൻ രാജേഷ് തന്നെ തിരിച്ചറിഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് കുറിച്ചു. എല്ലാ നായകന്മാർക്കും ഇടയിൽ നിങ്ങളായിരുന്നു യഥാർത്ഥ താരം എന്ന് രാജേഷ് അയച്ച സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് പാർത്ഥിപൻ പ്രിയപ്പെട്ട ശ്രീനി സാറിന് ആദരവ് നൽകാനായി നടത്തിയ സാഹസിക യാത്രയെക്കുറിച്ച് ആരാധകർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. കണ്ടല്ലോ, അപ്പൊ പാർത്ഥിപനൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് കണ്ടതുകൊണ്ടാണ് ആളുകൾ ജയറാമിനെ ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ജയറാം വരാതിരിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ സത്യം അറിയാതെ അയാൾ വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. വയസ്സായി തുടങ്ങുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വയസ്സായി തുടങ്ങുമ്പോൾ താനും മരിക്കാറായല്ലോ എന്ന പേടി അവരിലേക്ക് വരും. അതുകൊണ്ട് തന്നെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ അവർക്ക് നല്ല ഭയമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ജയറാം വരാതിരുന്നത്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ. ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാനൊന്നും കഴിയൂലല്ലോ. അങ്ങനെ ഇഷ്ടമില്ലാതെ വരുന്നതിന് നല്ലത് വരാതിരിക്കുന്നത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ജയറാം വിനീതിനെ ധ്യാനയോ മറ്റോ ഫോണിൽ വിളിച്ച് തന്റെ കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. വരാൻ കഴിയാത്തതിന്റെ കാരണവും അവരോട് പറഞ്ഞിട്ടുണ്ടാകും. അതൊന്നും നമുക്കറിയില്ലല്ലോ. സോ ഇനി ഈ വിഷയത്തിൽ ജയറാമിനെ വിമർശിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിനിടയിൽ ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ജയറാം പ്രതികരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇപ്പൊ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യാം. ഇവിടെ നടക്കുന്ന ഈ ഷൂട്ടിംഗ് മദ്രാസ് നടക്കുന്നതുകൊണ്ട് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ഇതാണ് ആ വീഡിയോ. ആക്ച്വലി ഇത് സഖാവ് VS അച്യുതാനന്ദൻ മരണപ്പെട്ട സമയത്തുള്ള ജയറാമിന്റെ പ്രതികരണമാണ്. ഇതാണ് ഇപ്പൊ ശ്രീനിവാസനെ കാണാൻ വരാത്തതിന്റെ കാരണം വെളിപ്പെടുത്തുകൊണ്ട് ജയറാം രംഗത്ത് എന്നും പറഞ്ഞുകൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ഞാൻ ഇവിടെ പ്ലേ ചെയ്തേ ഉള്ളൂ കേട്ടോ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഉയർന്നു വന്ന പുതിയൊരു വിവാദം എന്ന് പറയുന്നത് ഒരു കള്ളസ്വാമിയുമായി ബന്ധപ്പെട്ടാണ്. സുനിൽ സ്വാമി എന്ന പേരുള്ള ഈ ഒരു തട്ടിപ്പ് വീരൻ ശ്രീനിവാസന്റെ മരണാനന്തര ചടങ്ങുകളിലേക്ക് വലിഞ്ഞു കയറി വരികയും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. ശ്രീനിവാസനെ കുടുംബ സംസ്കാര ചടങ്ങുകളെ ഏൽപ്പിച്ചവരെ പോലും മറികടന്നാണ് ഇയാളും ഇയാളുടെ കൂട്ടാളികളും കടന്നുകൂടി അവിടെ പ്രാർത്ഥനകളും മറ്റും നടത്തിയത്. ഈ സുനിൽ സ്വാമി എന്നൊക്കെ പറയുന്നവൻ വൻ സാമ്പത്തിക തട്ടിപ്പൊക്കെ നടത്തി കുറെ കാലം ജയിലിലൊക്കെ കടന്ന ഒരു ആൾദൈവമാണ്. അങ്ങനെയുള്ള ഇയാൾ ശ്രീനിവാസന്റെ ചടങ്ങുകളിലേക്ക് വലിഞ്ഞു കയറി വന്നത് ഒരു ഷോക്കായിട്ടുള്ള കാര്യം തന്നെയാണ്. മറുനാട് മലയാളിയാണ് ആദ്യമായി വാർത്ത പുറത്തുവിടുന്നത്. നമ്മൾ എന്തായാലും മറുനാടിൽ വന്ന വാർത്തയൊന്നും കണ്ടോക്കാം. അങ്ങനെയാണ് പാലക്കാട് മുതലമട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുനിൽ സ്വാമി എന്ന തട്ടിപ്പുകാരൻ ഈ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അത് ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അതിൽ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അന്വേഷിക്കാൻ. അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, കുടുംബാംഗങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, യാതൊരു പങ്കുമില്ല. ഈ സുനിൽ സ്വാമി വലിഞ്ഞു കയറി വന്നതാണ്. ശ്രീനിവാസൻ ഒരു കടുത്ത മതവിശ്വാസിയോ കടുത്ത മതനിഷേധിയോ ആയിരുന്നില്ല. നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് മതം എന്നായിരുന്നു ശ്രീനിവാസന്റെ ഇച്ഛ. അതേസമയം അദ്ദേഹം മതനിരാസത്തിന്റെയോ മതവിരോധത്തിന്റെയോ പ്രതീകമായിരുന്നില്ല. അദ്ദേഹം എല്ലാവരെയും പരിഹസിക്കുന്നത് പോലെ മതങ്ങളെയും പരിഹസിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട എന്ന നിർബന്ധമുണ്ടായിരുന്നില്ല, ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ശ്രീനിവാസനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. മരണം എന്ന് പറയുന്നത് ഏത് മണ്ടനും സംഭവിക്കുന്ന കാര്യമാണ്, അതിലൊരു കാര്യവുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ അന്ത്യകർമ്മത്തെക്കുറിച്ച് സിനിമാ ലോകം ആദ്യം കൺസൾട്ട് ചെയ്തത് മക്കളോടും ഭാര്യയോടുമാണ്. മക്കൾക്കും ശ്രീനിവാസന്റെ അതേ നിലപാടാണ്.
അന്ത്യകർമ്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല, പ്രിയപ്പെട്ട അച്ഛന് ഞങ്ങൾ വിട നൽകുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. എന്നാൽ ശ്രീനിവാസന്റെ ഭാര്യ വിമല പറഞ്ഞു മതപരമായ ചടങ്ങുകൾ വേണമെന്ന്. അതെല്ലാവരും സ്വീകരിച്ചു. മതപരമായ ചടങ്ങുകൾക്ക് വേണ്ട കാർമ്മികരെ കൊണ്ടുവരികയും ചെയ്തു. അതിനിടയിലാണ് പുടുന്നനെ ഈ സുനിൽ സ്വാമി ഇടിച്ചു കയറി അങ്ങോട്ട് വരുന്നത്. ആരുടെയും അനുമതിയോ ആരുടെയും ക്ഷണമോ ഇല്ലാതെ സുനിൽ സ്വാമി അന്ത്യകർമ്മങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. ഈ സമയത്ത് ചാനലുകൾ നിൽക്കുകയാണ്, വിശിഷ്ടാതിഥികൾ നിൽക്കുകയാണ്. നോ പറയാനോ ഇറക്കി വിടാനോ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ കഴിയാത്ത സാഹചര്യമായി. അങ്ങനെ സുനിൽ സ്വാമി വിളിക്കാതെ വന്ന് ഈ ചടങ്ങിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. വാസ്തവത്തിൽ ശ്രീനിവാസൻ ഇന്ന് വരെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ആദർശങ്ങൾക്കെതിരായിരുന്നു സുനിൽ സ്വാമിയുടെ രംഗപ്രവേശവും കാർമ്മികത്വവും. ആരാണ് ഈ സുനിൽ സ്വാമി എന്ന് ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ അറിയാം. ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്ന് തിരിമറി നടത്തി സത്യസായിബാബ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുന്നു. അവിടെ നിന്നും തിരിമറി നടത്തി പുറത്താവുകയും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സ്വയം ആൾ ദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സായിപ്പുമാരെയും മദാമ്മമാരെയും ഒക്കെ കൊണ്ടുവന്ന് ശിഷ്യത്വം സ്വീകരിച്ച് അമൃതാനന്ദമായി ആവാനുള്ള ശ്രമത്തിലായിരുന്നു സുനിൽ സ്വാമി. എന്നാൽ അടിസ്ഥാനപരമായി തട്ടിപ്പ് ശീലമാക്കിയത് കൊണ്ട് തന്നെ അത്രയും വളരാൻ കഴിഞ്ഞില്ല. എന്നാൽ വാചകമടിക്കാൻ കഴിവുള്ളത് കൊണ്ടും ആത്മീയ തട്ടിപ്പിൽ പ്രാഗൽഭ്യമുള്ളത് കൊണ്ടും പല പ്രമുഖരുടെയും സ്വന്തക്കാരനായി മാറി. സുനിൽ സ്വാമിയുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ CPM മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വരെ ഏതെങ്കിലുമൊക്കെ ചടങ്ങിൽ പങ്കെടുത്തതായി നമുക്ക് കാണാം. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോലും സുനിൽ സ്വാമിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത്രയും വലിയൊരു ഫ്രോഡ് ചങ്ങായി ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോലും ആർക്കും അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെയാണ് കേട്ടോ. അത്രയും പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കും ഈ തട്ടിപ്പുകാരനെ മനസ്സിലായില്ല എന്നുള്ളതാണ്. മതവേഷത്തിൽ എത്തുന്നവരുടെ ഒരു പ്രിവിലേജ് നോക്കൂ നിങ്ങൾ. അതിപ്പോ ഏത് മതത്തിന്റെ വേഷത്തിലായാലും അങ്ങനെ തന്നെ ഒരു പ്രത്യേക പരിഗണന അവർക്ക് കിട്ടും. അവരെ ചോദ്യം ചെയ്യാനും തടയാനും ഒക്കെ പോലീസുകാർ തന്നെ ഒന്ന് മടിക്കും. അതാണ് മതത്തിന്റെ പവർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് എന്ന് പറയുന്നത് മതം തന്നെയാണ്. മതം വിറ്റ് ജീവിക്കുന്ന എത്രയോ ആൾദൈവങ്ങൾ നമുക്കിടയിലുണ്ട്. ഏറ്റവും വലിയ തട്ടിപ്പുകാരായിരിക്കും ഇവർ. ഇയാളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശ്രീനിവാസിന് മുന്നിൽ വന്നിരുന്നെങ്കിൽ ശ്രീനിവാസിന് ഇയാൾ മൈൻഡ് പോലും ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. എന്തായാലും മറുനാടൻ ഇതിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റു മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ സംഭവത്തെ കുറിച്ച് അറിഞ്ഞ ഭാവം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ശ്രീനിവാസിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോയി. ആ സമയത്ത് അവർ സുനിൽ സ്വാമിയുടെ സംഭവം ശ്രീകണ്ഠൻ നായരോട് സൂചിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ശ്രീകണ്ഠൻ നായർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇനി ഏറ്റവും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഞാൻ കൊച്ചിയിലെ ഉദയംപേരൂരിന് സമീപമുള്ള നമ്മുടെ അന്തരിച്ച നടൻ ശ്രീയേട്ടൻ്റെ വീട്ടിലെത്തിയിരുന്നു. അവരെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് വിമല ചേച്ചിയായിട്ട് കുറച്ച് നേരം സംസാരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം സംസാരിക്കും. വിനീത് ശ്രീനിവാസനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ധ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. M. മോഹനൻ, വിമല ചേച്ചിയുടെ സഹോദരൻ, കഥ പറയുമ്പോൾ പോലെയുള്ള നല്ല സിനിമകൾ ചെയ്ത സംവിധായകൻ മോഹൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ അവരുടെ മനസ്സിനെ തളർത്തുന്ന ഒരു വേദന അവർ എന്നോട് പങ്കിട്ടു. അതായത് ഈ നിങ്ങൾക്ക് ആ ദൃശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ശ്രീയേട്ടൻ്റെ മരണാനന്തരം ഉണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു ചെന്ന് ഈ പൂജയുടെയും കർമ്മത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം, ജയിലിലായിരുന്നു. അപ്പോൾ ഈ സുനിൽ സ്വാമി അവിടെ എത്തിയത് പല സിനിമാ പ്രവർത്തകരെയും വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ മരണത്തിൻ്റെ ഒരു വേദനയിൽ നിൽക്കുന്ന ആ നിസ്സഹായതയ്ക്ക് നടുവിലേക്കാണ് ഈ സുനിൽ സ്വാമി നുഴഞ്ഞു കയറിയത്. ഇന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ ആദർശം മുതൽ എല്ലാ കാര്യങ്ങളും വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിച്ച് ഈ മരണാനന്തര കർമ്മത്തിൻ്റെ പുതിയ നേതൃത്വം, അവിടെ പൂജാരിമാരെയൊക്കെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. അവരെയൊക്കെ പിന്തള്ളി ഇയാൾ അവിടെ വിലസുകയായിരുന്നു. അപ്പോൾ ഈ വാർത്ത എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് സംപ്രേഷണം ചെയ്യുന്നു എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അവരോടൊരു ഉത്തരമേ ഉള്ളൂ. ഇത്തരം സുനിൽ സ്വാമിമാർ ഇനിയും ഈ ആളുകൾ മരിക്കുമ്പോൾ, അതായത് ക്യാമറ കണ്ണുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഇത്തരം മരണാനന്തര ചടങ്ങുകളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുളയിലെ നുള്ളണം എന്നേക്കുമായി അവസാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് സുനിൽ സ്വാമിയെ പോലെ ഒരുവൻ, ശ്രീനിയേട്ടൻ എന്നും ഈ ആൾ ദൈവങ്ങളെയാണ് എതിർത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലും ഒക്കെ തന്നെ ആൾ രൂപങ്ങളെയും ആൾ ദൈവങ്ങളെയും ഒക്കെ തന്നെ ഒരുപാട് അദ്ദേഹം ആക്രമിച്ച് കയറിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം, ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ഇതേ ഫ്ലോറിൽ നിന്ന് അതിൻ്റെ വിവരണങ്ങൾ നൽകുന്ന ഞാനായിരുന്നു. സ്വാമിയുടെ പ്രാർത്ഥന നിങ്ങൾക്കിപ്പോൾ കാണാം, സുനിൽ സ്വാമിയുടെ. അപ്പോൾ ഈ സുനിൽ സ്വാമി ആരാണ് ക്ഷണിച്ചത് എന്ന് എനിക്ക് അമ്പരപ്പായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രതിഭാധനനായ ആദർശ ശുദ്ധി മനസ്സിലുണ്ടായിരുന്ന ഒരു നടൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല ഈ സുനിൽ സ്വാമി.
അപ്പോൾ ഈ സ്വാമിയെ അടിച്ച് വെളിയിലാക്കാൻ അപ്പോൾ കഴിയാതെ പോയതും ഒരുപക്ഷെ അവിടെ ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുകയായിരുന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ പുറത്താക്കുന്നത് ശ്രീനിവാസൻ എന്ന സമൂഹത്തെക്കുറിച്ച് അറിയാവുന്ന ആൾ ദൈവങ്ങളെ എതിർക്കുന്ന ആൾ തന്നെയായിരിക്കും. എന്തായാലും ഈ നമുക്ക് ആ സ്റ്റോറിയിലേക്കൊന്ന് ചെല്ലാം. ഈ സുനിൽസ്വാമിയുടെ വിക്രികൾ കാണുമ്പോഴാണ് ഇതെന്തൊരു ചതിയായിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിരേഖണേ, ഓരോന്നുല്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം. എന്താ ഇപ്പൊ കള്ളസ്വാമിന്റെ ഒരു പ്രാർത്ഥന ഉളുപ്പിൽ ഇയാൾക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ശ്രീകണ്ഠനാര് പറഞ്ഞ പോലെ തന്നെ ജീവിച്ചിരുന്ന കാലത്ത് ഈ ആൾദൈവങ്ങൾക്കെതിരെയൊക്കെ ആക്ഷേപഹാസ്യ രൂപേണ ആഞ്ഞടിച്ചിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശ്രീനിവാസൻ. അങ്ങനെയുള്ള ഒരാളുടെ മരണാനന്തര ചടങ്ങിലേക്കാണ് ഈ കള്ളസ്വാമി കുമ്മനടിച്ച് കയറുമെന്ന് ഓർക്കണം. ഇനി ഇയാൾ ശ്രീനിവാസനോട് പ്രതികാരം വിട്ടാൻ വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇജാതി കള്ളസ്വാമിമാരൊക്കെ അദ്ദേഹം കുറെ ട്രോൾ ചെയ്തല്ലേ. എന്തായാലും ധ്യാൻ ഇയാളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ മരിച്ച് കിടക്കുകയായി പോയി, ഇല്ലെങ്കിൽ ധ്യാന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് വേണ്ടത് കിട്ടിയേനെ. പക്ഷെ എന്നാലും അവസാനം സൈ കെട്ട് ധ്യാൻ ഇയാളുടെ ചെവിയിൽ പോയി ഇവിടെ നിന്നും ഇറങ്ങി പോടാ എന്നും പറഞ്ഞു എന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. പക്ഷെ അതൊക്കെ കേട്ടിട്ടും ഒരു ഉറപ്പുമില്ലാതെ അയാൾ അവിടെ നിന്ന് പ്രാർത്ഥന തുടർന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ പറയുന്നത് കേട്ടുനോക്കാം. ആരാണ് ഈ കർണി? അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല. കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ്. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയ ആളാണ് ഈ സുനിൽദാസ്. നിരവധി കേസുകൾ സുനിൽദാസിനെതിരെയുണ്ട്. കേരള പോലീസും തമിഴ്നാട് പോലീസുമൊക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ജയിലിലും കിടന്നിട്ടുണ്ട് സുനിൽദാസ്. കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് 3.5 കോടി രൂപ തട്ടിയെടുത്തത് റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കിയായിരുന്നു. 3000 കോടി റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് വ്യാജ കത്തിൽ ഇയാൾ പറഞ്ഞിരുന്നത്. ഈ കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സുനിൽദാസ്. വാരിയർ ഫൗണ്ടേഷൻ സ്ഥാപകൻ തിരുനാവായ സ്വദേശി മാധവ വാര്യരോട് 5.5 കോടി വാങ്ങി തിരിച്ചു കൊടുത്തിരുന്നില്ല. അതിൽ മുംബൈ കോടതിയിൽ നിന്നാണ് സുനിൽദാസ് ജാമ്യമെടുത്തത്. കേരളത്തിലെ പ്രളയ സമയത്ത് വാരിയർ ഫൗണ്ടേഷൻ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് 25 കോടിയുടെ അവാർഡ് നൽകാൻ തീരുമാനിച്ചെന്നായിരുന്നു മാധവ വാര്യരോട് സുനിൽദാസ് പറഞ്ഞത്. തീയതി രേഖപ്പെടുത്താത്ത ചെക്ക് നൽകിയെങ്കിലും ഉടൻ ബാങ്കിൽ ഹാജരാക്കരുത് എന്നും ആവശ്യപ്പെട്ടു. പുരസ്കാര തുകയ്ക്ക് വായ്പയെടുക്കാൻ തടസ്സങ്ങളുണ്ടെന്നും അത് നീക്കാൻ 5.5 കോടി വേണമെന്നും മാധവ വാര്യരോട് സുനിൽദാസ് പറഞ്ഞു. സുനിൽദാസിന് പണം നൽകിയെങ്കിലും ചെക്ക് പാസ്സായില്ല. ഈ തട്ടിപ്പിലാണ് മുംബൈയിലെ കേസ്. മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവെന്ന് അവകാശപ്പെട്ട് 157 കോടി രൂപയുടെ തട്ടിപ്പ് സുനിൽദാസ് നടത്തിയെന്നും ആരോപണമുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. സത്യസായി സേവാസമിതിയിലായിരുന്നു തുടക്കം. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. നടി ശ്രീവിദ്യയെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കി എന്ന ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. പ്രമുഖരെ മുതലമടയിലെത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ്. പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ പോലും തട്ടിപ്പിന് മറയാക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം അവതാരങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. 24 കൊച്ചി. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വീണ്ടും ശ്രീനിയേട്ടൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. മാത്രമല്ല ഈ സുനിൽസ്വാമിയോട് പ്രതികരിക്കാൻ പല ആളുകളും അപ്പോൾ തയ്യാറാണെങ്കിലും ഇത്തരം ഒരു മരണാനന്തര ചടങ്ങിൽ, അതും ശ്രീനിയേട്ടൻ്റെ മരണാനന്തര ചടങ്ങിൽ അലോസരം ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് പലരും പിൻവാങ്ങിയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടെ ഒരു കാര്യം മാത്രം, ഒരു സമ്മാനം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കനീഭവിച്ച് വല്ല ഇല്ലാതായി നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ് അയാളുടെ ചെവിയിൽ പോടാ എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിളി ചെവിയിൽ മുഴങ്ങിയിട്ടും ഈ സുനിൽസ്വാമി ഇറങ്ങിപ്പോകില്ല. കാരണം സുനിൽസ്വാമിക്ക് അവിടെ നിൽക്കാൻ സുനിൽസ്വാമിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇനി ഒരു അതാണ് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതിൽ ഇയാൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാലും ശ്രീനിവാസനെ പോലെ അത്ര വലിയ ദൈവവിശ്വാസം അല്ലാതിരുന്ന ഒരാളുടെ മരണാനന്തര ചടങ്ങിലൊക്കെ കയറി വന്ന് ഇങ്ങനെ അലമ്പുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശം പരിപാടിയായി പോയി. ഇയാൾക്കെതിരെ സർക്കാർ സ്വമേധയാ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഇവനൊക്കെ പഠിക്കൂ, ഓരോരോ ഉടായ്പകളും കൊണ്ട് ഇറങ്ങിക്കോളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.